ഞാൻ ഇന്നിപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണിക്കുകയാണ്. ഇത് മുടി ഇങ്ങനെ കണ്ടോ, ഇതെന്ന് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നാണ് കാണുന്ന ആളല്ലേ, എൻ്റെ വീഡിയോസൊക്കെ കുറേ നാളായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആള് ഭയങ്കര ചുരുണ്ട മുടിയായതുകൊണ്ട് അങ്ങനെ ചീകുന്നില്ലല്ലേ. അങ്ങനെ ചട കെട്ടിയിരിക്കുന്നത് കണ്ടോ. ഇങ്ങനത്തെ മുടിയുള്ളവർ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യം നമ്മൾ ഡെയിലി മുടി ചീകണം. മുടി ചീകി അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെടഞ്ഞ് വെക്കണം. കാരണം ഇങ്ങനത്തെ മുടി അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്താൽ മാത്രമേ ഇത് എന്താ പ്രോപ്പർ വേയിൽ വരാൻ പറ്റുള്ളൂ. പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആണെന്ന് അറിയാതെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പേര് പറയണ്ട, കമ്പനിയുടെ പേര് പറയണ്ട. ഞാൻ കേട്ടത് എൻ്റെ അടുത്ത് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഏത് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്, ഏത് കമ്പനിയാണ്. ഞാൻ അതെല്ലാവരുടെ അടുത്തും പറയും. ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ ഒരു കമ്പനിയുടെ പേര് പറയണ്ട. ആ ഷാമ്പു ഉപയോഗിക്കുന്ന, അതിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഉപയോഗിക്കുന്ന എല്ലാവരുടെ മുടി ഇങ്ങനെ പോകുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ അറിയാം. ചിലപ്പോൾ ഇത് വൈറ്റമിൻ്റെ കുറവായിരിക്കും. വൈറ്റമിൻ്റെ ഒക്കെ കുറവുകൾ വന്നിട്ട് വരാം. പക്ഷേ ഇതൊന്നും അതല്ല. ഇതൊക്കെ ഷാമ്പു ഡാമേജ് ഉണ്ടല്ലേ. ക്യൂട്ടിക്കിൾസ് ഓരോന്നും കട്ടായി ഇവിടെ ഇങ്ങനെ ചട പിടിക്കുന്നതാണ്. കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനത്തെ മുടിയുള്ളവർ, അതായത് ഇങ്ങനെ ചുരുണ്ട മുടിയുള്ളവർ നല്ലോണം എണ്ണ തേച്ച് നിങ്ങളിനി അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുടി ചീകി മെടഞ്ഞ് കെട്ടി വയ്ക്കണം. അത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിവിടെ ഒത്തിരി മുടി വരുന്നുണ്ട്. അറ്റം ചട വന്നിട്ട് ഇങ്ങനെ ചുരുണ്ടായി പോവും. ഒരു 10 ദിവസം ചീകാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ എനിക്ക് എത്ര മുടിയാണെന്നറിയാം. നമ്മൾ അത് വീഡിയോ എടുക്കത്തില്ല. നമ്മൾ ഇതിപ്പം അങ്ങനെ അല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കുന്നതാ. അങ്ങനെ ഈ വരുന്ന മുടി ഹസ്ബൻഡുമാരാണ് വിളിക്കുന്നത്, എൻ്റെ ഭാര്യയുടെ മുടി എങ്ങനെയാണ്. അപ്പോൾ എന്ത് ചോദിക്കുമ്പോൾ അത് മുടി മീൻസ് കോംബ് ചെയ്തില്ല, പനി വന്നുപോയി, അങ്ങനെ പറയും. കൊറോണയുടെ സമയമാണെങ്കിൽ അത് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി മുടി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ തരം മുടിയുള്ളവർ, മറ്റേയൊക്കെ കുറച്ചൊക്കെ സ്ട്രൈറ്റ് മുടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടോ. ഇതിപ്പോൾ എൻ്റെയൊക്കെ അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നമുക്കത് മാനേജ് ചെയ്തെടുത്തിട്ട് നമുക്കിപ്പോൾ പ്രോട്ടീനൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ മുടിയാണ്. ഞാൻ ഇതിനൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ദൂരെ നിന്ന് കാണിക്കാം. കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന് ഞാൻ ചെയ്തിട്ട് കാണിക്കാം എങ്ങനെ വരുമെന്നുള്ളത്. അത്രയ്ക്ക് ഡാമേജാണ്. കാരണം എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. അത്രയ്ക്ക് മുടി ഡാമേജ് ആയിരിക്കുകയാണ്. ഞാനിത് ചെയ്തിട്ട് കാണിക്കാം. എത്ര വർഷമായിട്ട് ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു എടുക്കുന്നുണ്ട്? കുറേ വർഷങ്ങളായിട്ട് ആൻറ്റി ഡാൻഡ്രഫാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഹെന്ന അങ്ങനെ എന്തെങ്കിലും ഇടോ? ഒന്നും ഇടില്ല, വേറെ ഒന്നും ചെയ്യത്തില്ല. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. പക്ഷേ എണ്ണ മോയ്സ്ചർ ഇല്ലാതെ മുടി പൊട്ടിപ്പോകുന്നത് കൊണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഇട്ടിട്ട് മേൽഭാഗം കുഴപ്പമുണ്ടാവില്ല. താഴ്ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഈ ചട ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കിത് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാൻ പോകുന്ന മുടിയാണ്. ഇത് നിങ്ങൾ ഈ മുടി കണ്ടു വെക്കണം. ഇത് ലാസ്റ്റിൽ എന്താവും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പാണിത്. കണ്ടോ എൻ്റെയൊക്കെ ഇങ്ങനെ വന്നുപോയി. കണ്ടോ ഇതാണ് ആളിൻ്റെ മുഖം. മുഖം പിന്നെ ഇനി ആളിനെ കാണുമ്പോൾ നിങ്ങൾ കാണണം ഇത്രയ്ക്ക് ഡാമേജ് ആയിപ്പോയി എന്നുള്ളത്. എനിക്കിത് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ഇങ്ങനത്തെ ഡാമേജ് ഹെയർ വരുന്നില്ല അല്ലേ. ഇത്രയും ഡാമേജ് എന്താ പറയണ്ടേ, ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്നത്. അത് കണ്ടോ ഇങ്ങനെ വിടുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങനെ പോവാം. ഇങ്ങനെ സ്പ്രിങ് ആയിട്ടായിരിക്കുന്നത് കണ്ടോ മുടി. ഇങ്ങനെ വിടുമ്പം ഇങ്ങനെ തിരിച്ചു പോവാം. നമുക്കിതൊരു ശരിക്കും ഒരു ചലഞ്ചാണ്. ഒന്ന് നോക്കട്ടെ. നമ്മൾ ഇത്രയും ഇന്ന് രാവിലെ മുതലുള്ള പണി വൈകിട്ട് ഇപ്പോൾ രാത്രി ആയപ്പോഴാണ് തീർന്നത്. പ്രോട്ടീൻ കൊടുത്തതാണ്. ഇത്രയും സ്ട്രോങ് മുടിയായിരുന്നു, ഭയങ്കരമായിട്ട് ഡാമേജ് ആയിരുന്നു. അത് ബാക്ക് ടു നോർമൽ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട് ഇത് ഡ്രയറൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കിയിരിക്കുക. അത് ഇവിടെയൊക്കെ വെള്ളം ഇപ്പോഴും ഉണ്ട്. ചോദിക്കും, പറ ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു ഇങ്ങനത്തെ മുടി? നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. നല്ല കേറി ഡാമേജ് ഇങ്ങനെ സ്വന്തമായിട്ട് അറിയായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയോ? ഇങ്ങനെ പ്രതീക്ഷ മോളെ? ഇത്രയും പ്രതീക്ഷ ഇല്ല. എന്താ വീഡിയോ കണ്ടോ? നമ്മളെ വീഡിയോ കാണും എത്ര നാൾ? നേരത്തെ
നേരത്തെ മുതലേ കാണുന്ന ഇവിടെ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇവിടെ അല്ലായിരുന്നു, ഇപ്പം ഇവിടെ വന്നു. എൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ഥലമല്ലായിരുന്നു, സൗദിയിലായിരുന്നു. ഇപ്പം അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് 3-4 മാസമായില്ലേ. എന്നിട്ട് പിന്നെ വരാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഓക്കെ ആയി, ഹാപ്പി ആയി. താങ്ക് യു.